കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പുരാതനമായ പരാമർശമുള്ള സംസ്കൃത ഗ്രന്ഥം ഐതരേയ ആരണ്യകം. സംഘകാലഘട്ടത്ത് ദക്ഷിണ കേരളത്തിൽ നിലനിന്നിരുന്ന രാജവംശം ഏത്? ആയി രാജവംശം. സംഘകാലത്ത് ശക്തി പ്രാപിച്ച ഭാഷാസാഹിത്യം ഏത്? തമിഴ്. സംഘകാലത്തെ പ്രധാന തുറമുഖം ഏത്? മുസരീസ്. ശ്രീവല്ലഭൻ, പാർത്ഥിവശേഖരൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ആയി രാജാവ്? കരുനന്തടക്കൻ. 3000 BC-യിൽ കേരളവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാചീന സംസ്കാരം ഏത്? ഹാരപ്പൻ സംസ്കാരം. കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഏത് വർഗത്തിൽപ്പെട്ടവരായിരുന്നു? നെഗ്രീറ്റോ വർഗം. നെഗ്രീറ്റോ വർഗക്കാരായിരുന്നു കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ. റോമൻ നാണയമായിരുന്ന ദിനാറയെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനം? വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം നമ്മൾ കണ്ടെടുത്തിട്ടുള്ള ഏറ്റവും പഴയ ശാസനങ്ങളിലൊന്നാണ്. കേരളത്തിന് പുറത്തുനിന്ന് ലഭിച്ചിട്ടുള്ള കേരള പരാമർശമുള്ള ആദ്യത്തെ പ്രാചീന രേഖ അശോകന്റെ 2ാം ശിലാശാസനം. അശോകന്റെ 2ാം ശിലാശാസനത്തിൽ കേരളത്തെക്കുറിച്ച് പരാമർശമുണ്ട്. സംഘകാലത്ത് നിലനിന്നിരുന്ന നാണയങ്ങൾ ദിനാരം, കാണം. ദിനാരം, കാണം എന്നീ 2 നാണയങ്ങളാണ് സംഘകാലത്ത് നിലനിന്നിരുന്നത്. സംഘകാലത്തെ ജൈനമതത്തിൻ്റെയും ജൈനവിജ്ഞാനത്തിൻ്റെയും ആസ്ഥാനം. സംഘകാലത്തെ ജൈനമതത്തിൻ്റെയും ജൈനവിജ്ഞാനത്തിൻ്റെയും ആസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് തൃക്കണ്ണാമതിലകം എന്ന സ്ഥലമാണ്. തൃക്കണ്ണാമതിലകം. കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള കേരളത്തിലെ ചൂർണി നദി ഏത്? പെരിയാർ. പെരിയാർ നദിയെക്കുറിച്ച് അർത്ഥശാസ്ത്രത്തിൽ പരാമർശമുണ്ട്. വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്ന രീതി ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ സർവ്വസൈന്യാധിപനായ വിദേശി ആര്? ഡിലനോയി. ഡിലനോയി തിരുവിതാംകൂറിന്റെ സർവ്വസൈന്യാധിപനായിരുന്നു. ഡച്ച് സൈന്യാധിപൻ ഡിലനോയിയുടെ സ്മാരകമായി നിലകൊള്ളുന്ന കോട്ട? ഉദയഗിരി കോട്ട. ഉദയഗിരി കോട്ട ഡിലനോയിയുടെ സ്മാരകമായി നിലകൊള്ളുന്നതാണ്. 1742-ൽ മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടി? മാന്നാർ ഉടമ്പടി. 1746-ൽ ഏത് യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത്? പുറക്കാടി യുദ്ധം. തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് രീതി നടപ്പിലാക്കിയ ദിവാൻ? കേണൽ മൺറോ. തിരുവിതാംകൂറിൽ ആദ്യമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയത് ഏത് രാജാവിന്റെ കാലത്താണ്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ ആരംഭിച്ച നൃത്തകല ഏത്? മോഹിനിയാട്ടം. പുത്തൻ കേച്ചേരി എന്ന സെക്രട്ടേറിയറ്റ് നിർമ്മിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആര്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ പുരാവസ്തു വകുപ്പ് ആരംഭിച്ച രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടത്തിയ തിരുവിതാംകൂർ രാജാവ്? വിശാഖം തിരുനാൾ രാമവർമ്മ. കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെയാണ് കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത്.